സമാനാലകി എന്ന് തുടങ്ങുന്ന മെട്രോ ഇന്ദിനോ അനുരാഗ് ബസു ഡയറക്റ്റ് ചെയ്ത സിനിമയിലെ ഗാനം. ശരിക്കും പ്രണയത്തിൻ്റെ വിവിധ വേർഷൻസുകൾ ഇതിനകത്ത് കൃത്യമായിട്ട്, അതായത് ഏജ് ഡിഫറൻസിയേഷൻ, അതായത് ഇപ്പം ഗ്ലോബൽ ആയിട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ പല ആൾക്കാർ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റീസിൽ ഉള്ള അവരുടെ വ്യത്യസ്ത തരത്തിലുള്ള ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ബന്ധത്തിനൊന്നും വലിയ അർത്ഥങ്ങളൊന്നുമില്ല. ശരിക്കും ഒരു ബ്രേക്കപ്പൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ശരിക്കും നമ്മളെന്താ പറയുന്നത്, ഹീൽ ചെയ്യുക എന്നൊക്കെ പറയും. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പോലും ആൾക്കാർ ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് അതൊരു മനോഹരമായ ഗാനത്തിലൂടെ, പ്രത്യേകിച്ച് ഏജ് ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്യുന്നൊരു ഗാനത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ പ്രണയം എത്രയോ മനോഹരമായിട്ട് വരും. പ്രത്യേകിച്ച് കൈസറൽ ജാഫ്രിയും അതുപോലെ സന്ദീപ് ശ്രീവാസ്തവയും കൂടെ മനോഹരമായി എഴുതിയിരിക്കുന്ന വരികളൊക്കെയാണ്. ശരിക്കും നിൻ്റെ നഗരത്തിലെ കാലാവസ്ഥ പോലും എത്ര മനോഹരമായിരിക്കുന്നു, അവിടെ നീ പോലും അറിയാതെ നിൻ്റെ ഒരു വൈകുന്നേരം ഞാൻ മോഷ്ടിക്കുകയാണ്. അതുപോലെ നിൻ്റെ അടുത്തിരിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഞാൻ അടുത്തുള്ളപ്പോൾ തന്നെ നീ അറിയുന്നില്ല, നീ എന്നെ മറന്നു പോകും. പക്ഷേ അതിന് ശേഷം പിന്നീട് ആളുടെ ഭാവനയിൽ നിന്ന് വരുമ്പോഴോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ തന്നെ മറന്നാലും എനിക്ക് നിന്നെ മറക്കാൻ കാലങ്ങളോളം വേണ്ടി വരും. അങ്ങനെയാണ് ഈ സമാനാലകി എന്നുള്ള ആ വാക്കിന് അവർ കൂടുതൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത്. അത് ഭംഗിയായിട്ടാണ് ഈ ലിറിക്സിലൊക്കെ അത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് വിരഹം എന്ന് ഇപ്പം നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ ശരിക്കും പ്രണയം ഒരു സമയം ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ബിട്രയലോ ഏത് രീതിയിലുണ്ടായാലും അത് ശരിക്കും ഒരു സമയം കഴിഞ്ഞാൽ അത് മാറണം. അത് മാറിയില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ അതൊരു മുറിവായിട്ടോ വേദനയായിട്ടോ ഒക്കെ ആയിട്ട് എല്ലാ കാലത്തും ഇങ്ങനെ തുടരും. അതായത് ഓർമ്മകളിൽ നിന്നെങ്കിലും ഇത് തുടച്ചു മാറ്റപ്പെടുന്നില്ല എങ്കിൽ ഇതൊരു ഫോസിൽ അവശിഷ്ടം പോലെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളിച്ച മനോഹരമായ ഗാനം. ഒരു നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു രാവിലെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം നഗരത്തിലെ മനോഹരമായ കാഴ്ചകൾ പല പ്രായത്തിലുള്ള ആൾക്കാരിലൂടെ, പ്രത്യേകിച്ച് അതിനകത്തെ ക്യാരക്ടേഴ്സ് ഇപ്പം നസറുദ്ദീൻ ഷാ, നീന ഗുപ്ത, അതുപോലെ ഫാത്തിമ സന ഷെയ്ഖ്, അലി സഫർ, അതുപോലെ അങ്ങനെ ഒരുപാട് ആൾക്കാർ. അപ്പം ഇതെല്ലാം ഗാനത്തിനൊപ്പം പ്രേക്ഷകരിലേക്ക്, പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിന് ആദിത്യ റോയ് കപൂറും ഒക്കെ ഉള്ളതാണ്. അപ്പം ഇവരെല്ലാവരും വരുമ്പോൾ മൊത്തത്തിൽ ഗാനം ഒരു വേറൊരു ലെവലിലോട്ടാണ്. പിന്നെ ഇതിനകത്ത് വിസിലിംഗ്, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു വിസിലിംഗ് അമേദയാലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാർമോണിയം DJ പുക്കാനാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ. പിന്നെ അവിടെ കോറസിങ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റേ ഗിത്താർ പോർഷൻസുകൾ എല്ലാം കൊണ്ടും മനോഹരമായ ഗാനം. പ്രത്യേകിച്ച് 2025 മികച്ച ട്രാക്കാണ്. പിന്നെ അതിൻ്റെ ഈ ലിറിക്സ് ശരിക്കും ഈ പറഞ്ഞ പോലെ ഒരു പഴയ ഗസലിനോടൊക്കെ അവർ കമ്പയർ ചെയ്യുകയും ചെയ്യും. എന്നാൽ അത് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് പ്രണയത്തിൻ്റെ ഫീലിങ്സൊക്കെ നന്നായിട്ട് മനസ്സിലെപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഗാനമാണ്. തീർച്ചയായും നിങ്ങൾക്ക് കണ്ടു നോക്കാം. യൂട്യൂബിൽ അവൈലബിൾ ആണ്. 50 മില്യൺസിന് മുകളിൽ സോങ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വ്യൂസ്. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായി വരുന്നതായിരിക്കും. താങ്ക് യു.